ഹലോ ഗായ്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് പിഷാരി കാവിലെ ഉത്സവമാണ്. ഇവിടെ കൊയിലാണ്ടിയാണ് ഇട്ടുള്ളത്. ലാസ്റ്റ് ദിവസം അതെ, മെഞ്ഞാന്ന് വന്നിട്ടോ. ഇത് അവിടെ ഏച്ചീന്റെ വീട്ടിലുള്ളത്. കാരണം കൊല്ലത്ത് അടുത്താണ് ഏച്ചീന്റെ വീട്. അപ്പൊ ആടെ നിന്നിട്ടാണ് നമ്മൾ ഉത്സവത്തിന് പോകുന്നത്. എല്ലാവരും ഉണ്ട്. അപ്പൊ ഇതെല്ലാവരും പുറപ്പെട്ട് ഇറങ്ങാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വട്ടവും ഞാൻ ഉണ്ടാവല് കൊയിലാണ്ടിയാണ്, എല്ലാവർക്കും അറിയാലോ. പുത്തലത്ത് കുന്ന് പന്തലായിനി എൻ്റെ വീട്ടിൽ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഏച്ചീൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ, പ്രേമേച്ചീൻ്റെ വീട്ടിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ വിയ്യൂരാണ് പ്രേമേച്ചീൻ്റെ വീട്. അപ്പോൾ ആടുന്ന് അടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ മക്കൾസിനെയും കൂട്ടിയിട്ട് നമ്മൾ പിഷാരികാവിലേക്ക് നടന്നു പോവുകയാണേ. അവിടെ മെയിനായിട്ട് നമ്മളെ കാളിയാട്ടത്തിൻ്റെ അന്ന് ഉപ്പും മാങ്ങേണ്ടേ അങ്ങനെ കൊടുക്കുന്നൊരു വരവുണ്ട്. അതിൽ കൊടുക്കുന്നതാണ് ഇതൊരു പ്രസാദം പോലെ. കുഞ്ഞൂനും സിദ്ധുവിനും എന്ന് തൊട്ട് പിഷാരികാവിൽ വന്നോ അന്ന് തൊട്ട് ആ ദിവസവും ടൈമും അത് ഭയങ്കര ഇഷ്ടാട്ടോ. എന്നോട് എപ്പോഴും പറയൂ, എന്തായാലും അമ്മോ നേരം വൈകി 3 മണി 3:30 4 മണിയൊക്കെ ആവും കൊടുത്ത് തുടങ്ങാൻ. 5:30 6 മണി വരെ ചിലപ്പം കൊടുക്കലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് നല്ലോണം വാങ്ങിയിട്ടുണ്ട്. നല്ല വരിയാണ്. പക്ഷേ കുട്ടികളൊക്കെ നമ്മളെ ഇടയ്ക്ക് കൂടെ കയറ്റുമല്ലോ. അങ്ങനെ കയറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ അപാര ടേസ്റ്റാട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇതുമ്പോൾ എത്ര ചെയ്ത് കഴിഞ്ഞാലും അവിടുന്ന് കിട്ടുന്ന അതിനോളം ഒന്നും വരില്ല. പിന്നെ നമ്മളെ ടീം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. സിന്ധേച്ചി, പ്രേമേച്ചി, പ്രസീജി, അങ്ങനെ നമ്മളെ അമ്മായി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്നും കൊണ്ട് പറമ്പിലോട്ട് കറങ്ങാൻ അങ്ങോട്ട് പോയി. ഞാനും കുഞ്ഞും സിദ്ധും സതീഷേട്ടനും കൂടെ പോയിട്ട് നമ്മളെ എന്തെല്ലാം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഉത്സവ പറമ്പിൽ കിട്ടുന്ന എല്ലാം മുളക് ബഞ്ചി, കോളിഫ്ലവർ, ഈ സാധനങ്ങളെല്ലാം വാങ്ങി കഴിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ദേവു അവിടെ പോയി. ദേവുവിന് ടീം വേറെയാണല്ലോ. ഷീതു, ശാലു, അങ്ങനെ എല്ലാവരെയും കൂടെ ഓളും ഏട്ടൻ്റെ മക്കളും ഏച്ചീൻ്റെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഓലും വേറെ പോയി. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതേ പിഷാരികാവിൽ എനിക്ക് ഈ ഉത്സവ പറമ്പിലൂടെ ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാവർക്കും ഇതൊക്കെ തന്നെയായിരിക്കും ഇഷ്ടമുണ്ടാവുക. ഞാനിങ്ങനെ ഒരുപാട് നേരം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിരിക്കുകയൊന്നുമില്ല. അപ്പം തന്നെ ഇറങ്ങാമെന്ന് ചോദിച്ചിട്ട് ഈ ചന്തയിൽ കൂടിയൊക്കെ ആൾക്കാരുടെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകുക കേട്ടോ. എന്തോ ഭാഗ്യത്തിന് എൻ്റെ മക്കൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ 2 ആളും കൂടെ വന്നിട്ടുണ്ട്. ഏച്ചിക്ക് മോതിരം വാങ്ങണം, അമ്മയ്ക്ക് കാതിൽ വാങ്ങണം, സിദ്ധുവിന് മാല വാങ്ങണം. ഇങ്ങനെ ഓരോ ലിസ്റ്റ് ഇട്ടിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവസാനം ഞാൻ സിദ്ധുവിന് മാല വാങ്ങി. ഇത് കണ്ടോ, നമ്മളെ കണ്ണുമുട്ടായി എന്നൊക്കെ പറയില്ലേ, അതുപോലെ കണ്ണുള്ള മാല. പിന്നെ അതിനുശേഷം കണ്ട സാധനങ്ങളൊക്കെ ഈ ഹിന്ദിക്കാരൊക്കെ വിൽക്കുന്ന ഓരോ ചെറിയ ചെറിയ സാധനങ്ങളില്ലേ, ഇതൊക്കെ ഉണ്ടായിനെ. നല്ല രസമുണ്ടായിനെല്ലാം കാണാൻ. പക്ഷെ എല്ലാം വാങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ടി വരില്ല. നമുക്കൊരു ബഡ്ജറ്റ് സഹിച്ചിട്ട് തന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ വാങ്ങാൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാതിലൊക്കെ കണ്ടപ്പോൾ അതൊക്കെ കുറേ നോക്കി. പിന്നെ എല്ലാം ഒന്നും ഞാൻ വാങ്ങിയില്ല കേട്ടോ. അതേപോലെ തന്നെ മക്കളും വാങ്ങിയില്ല. കാര്യമായിട്ട് വാങ്ങിയത് 2 ആൾ ഒരു മാലയും വാങ്ങി. പിന്നെ ഞാൻ എന്താ വാങ്ങിയത്, ഞാൻ ഒന്നും വാങ്ങിയില്ല കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ കാതിൽ നോക്കി എന്നല്ലാതെ ഐസ്ക്രീം കഴിക്കുന്ന എല്ലാ സാധനവും കഴിച്ച് ബാക്കിയെല്ലാം ഇങ്ങനെ കണ്ട് നടന്നിട്ടോ ആൾക്കാരുടെ ഇടയിൽ കൂടെ. ഞങ്ങൾ കൊയിലാണ്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൊല്ലക്കാരെ ഒക്കെ അറിയാം എന്താ ഈ പിഷാരികാവിലെ ഉത്സവം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു വികാരമാട്ടോ. എന്തോ അറിയില്ല, അന്നിപ്പോൾ ആ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര സങ്കടമായിരിക്കും. നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ദേവു മംഗലാപുരത്തു നിന്നായാലും എന്നോട് പറയായിരുന്നു, അമ്മേ പിഷാരികാവിലെ ഉത്സവത്തിന് ഞാൻ എങ്ങനെയെങ്കിലും വരും, അവിടെ എത്തണം. അവിടെ എത്തിയില്ല നമുക്ക് എന്തോ ഒരു സങ്കടമാണേ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ പ്രാവശ്യവും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് പോയിട്ട് കാണാനായി. പിന്നെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് നല്ല ചൂടാട്ടോ, എന്നാലും കുഴപ്പമില്ല, എല്ലാവരും കൂടെ ഇരുന്നിട്ട് കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഈ മക്കളെല്ലാവരെയും കൂട്ടിയിട്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ പ്രേമേച്ചിൻ്റെ വീട്ടിലോട്ട് നടന്നു പോകണം കേട്ടോ. കാരണം അത്രയും തിരക്കാം, നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, ബ്ലോക്കായിരിക്കേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നടന്ന് വീട്ടിലെത്തിയപ്പം പ്രേമേച്ചി ഉണ്ടായിരുന്നു. നെയ്ച്ചോറും ചിക്കനും ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രേമേച്ചി ഇന്ന് വന്നിക്കില്ല അതിന് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തലേന്ന് ഞങ്ങൾ പോയ സമയത്ത്
മൂപ്പര് ഭയങ്കര ക്ഷീണമാവും, കാരണം നടക്കണമല്ലോ. അപ്പം വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു വരാത്തതിനെ കൊണ്ട് തന്നെ മൂപ്പരെല്ലാം ഫുഡെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകുന്ന സമയത്ത് ഒരു സന്തോഷമല്ലേ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം നാളെ തിരിച്ചു പോകുമ്പോഴാണ് സങ്കടം ഉണ്ടാകുക. കാരണം 2 ദിവസം വന്ന് ഉത്സവം അടിപൊളിയായിട്ട് കൂടി. അപ്പോൾ ഇനിയിപ്പം നാളെ തിരിച്ചു പോകണം. അപ്പോൾ ഗൈസ് ഇതാ ഉത്സവമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമായിരിക്കുകയാണ്. പുട്ടും പുഴുങ്ങിയ പഴം, പൊറാട്ട. പിന്നെ ഞാനിവിടെ അമ്പലത്തിൽ നിന്ന് വാങ്ങുന്ന പലഹാരം കേട്ടോ, കളിയാട്ട പലഹാരം എന്നൊക്കെ പറയും. സിദ്ധു ലാസ്റ്റ് എണീച്ച്, ബാക്കി എല്ലാവരും ചായ കുടിച്ച്. ലേറ്റായി ചായ കുടിക്കാൻ. ഇതാ 11:30 എത്താനായി. ഇതാ ചിക്കൻ കറി സിദ്ധു. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മളെ വിശാരികാവിലെ ഉത്സവത്തിന്റെ വിശേഷങ്ങളല്ലേ? അതെ, 2 ദിവസമായിട്ട് കൊയിലാണ്ടി തന്നെയാണ്. എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ തന്നെ സ്ഥിരമായിട്ട് കൊയിലാണ്ടി നിർത്തി പോകാനായിട്ട് ഭയങ്കര സന്തോഷമായിട്ടില്ല സിദ്ധു. അപ്പൊ ഇതാ സിദ്ധു ശരിയാന്ന് വാങ്ങിയ മല അതിന്റെ മുകളിലൊരു ലോക്കറ്റ് ഉണ്ട് കേട്ടോ. അതിന്റെ പേരെന്തൊക്കെയാണ് ഞാൻ കാണിക്കുമോ സിദ്ധു? എന്തെല്ലോ ക്യാരക്ടറിന്റെ. അപ്പോൾ ഗൈസ് ഇതൊക്കെയായിരുന്നു ഞങ്ങളെ വിശേഷങ്ങൾ. ഇത് കഴിഞ്ഞ് ഞാൻ ഇത് തന്നെ ഇട്ട് കടന്നുറങ്ങി എന്നതാണ്. അല്ല, ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ വടകരയ്ക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്ക്